എജുവോൺ ലേണിംഗ് സൊല്യൂഷൻ്റെ മിഷൻ ഗ്രൂപ്പ് ഡി ക്ലാസ്സുകൾക്ക് ചേരാൻ വിളിക്കൂ 9048679679. 5×1/1 26. നിങ്ങൾ നോക്കി ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാം. അതിന് ഉത്തരം ശരിക്കും 26 എന്നാണ്. ഇതെങ്ങനെയാണ് ഞാൻ ഈ സ്റ്റെപ്പിൽ ഓക്കെ എനിക്ക് ആകെ ഒരു എഴുതേണ്ട റേഷ്യോ എഴുതുക, ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ എഴുതേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ്. ഗ്രൂപ്പ് ഡി എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവരിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതുപോലത്തെ വലിയ ചോദ്യങ്ങളുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കുറേ ടൈപ്പ് ഉണ്ട്. നോക്കി ഈ പസിൽസൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാം, നിങ്ങൾ ഒഴിവാക്കുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക് ആൻഡ് ടൈം ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതല്ലേ, ഈ ഒരു നേരത്തെ നിങ്ങൾ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും സിംഗിൾ സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാമെന്നുള്ളത്. അതായത് വയസ്സ് സംബന്ധിച്ച ചോദ്യങ്ങൾ നമുക്ക് എക്സാംസിന് വരുമ്പോൾ പ്രത്യേകിച്ച് രണ്ട് റേഷ്യോ ആയിട്ടാണ് വരിക. ഈ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് 2 അംശബന്ധം കാണാൻ എന്തൊക്കെയുള്ളത്. 1 വർഷം മുൻപ് സാകേതിൻ്റെയും തിലകിൻ്റെയും വയസ്സിൻ്റെ അനുപാതം എന്ന് പറഞ്ഞിട്ട് 5:6 കൊടുത്തിട്ടുണ്ട്. 4 വർഷത്തിന് ശേഷം 6:7 എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ സാകേതിൻ്റെ പ്രായം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 അംശബന്ധം വന്നിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെ സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്യാം, അതല്ലേ നമ്മളുടെ മെത്തേഡ് ഉള്ളത്. സോ നമ്മളെ ഒരു ബേസിക് എക്സാമ്പിൾ നമ്മൾ എന്ത് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 പേരാണ്, സാകേതുണ്ട്, തിലകുണ്ട്. ഞാൻ ഷോർട്ടായിട്ട് എഴുതി വെച്ചു. ഇത് എഴുതണമെന്നില്ല കേട്ടോ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ വെറുതെ റേഷ്യോയും ആ ഒരു സിംഗിൾ സ്റ്റെപ്പും മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇത് എഴുതിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എനിക്ക് ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള റേഷ്യോ ആദ്യം എഴുതി വെച്ചു. ഏതാ തന്നിട്ടുള്ള ആദ്യം 5:6. അതേപോലെ രണ്ടാമത് മറ്റൊരു റേഷ്യോ എഴുതി 6:7 എഴുതി വെച്ചു. 6:7 ഞാൻ എഴുതി വെച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ശരിക്കും എന്താണ് ഫസ്റ്റ് റേഷ്യോ ശരിക്കും എന്താണ് 1 വർഷം മുൻപുണ്ട്, 4 വർഷം ശേഷമുണ്ട്. ഇത് വേണമെങ്കിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടായാലും മതി. അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടുത്ത സ്റ്റെപ്പ്, ഞാൻ പറഞ്ഞില്ല സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്യുന്ന ആ ഒരു സംഭവം അതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കി സാകേതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സാകേതിൽ അവൻ്റെ പെർസെൻറ്റേജ് ആണ്, ഇപ്പോഴത്തെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശരിക്കും സാകേതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നോക്കി ഈ എസ് അല്ലേ ഈ സാകേത് എന്ന് പറയുന്നത്. എസ് ശരിക്കും നോക്കി 5 ആണല്ലേ റേഷ്യോട് കാണുന്നത്. 5 പൊതുസംഖ്യ എന്ന് പഠിക്കുക. ശരിക്കും നമ്മൾ എക്സ് എന്നൊക്കെ പറയും ചില ആളുകൾ. ഇപ്പോൾ ഇവിടെ ശരിക്കും 5x-ഉം 6x-ഉം ആണ്. നമുക്കൊരു പൊതുസംഖ്യ അതിൻ്റെ മുകളിലൊരു കോമൺ നമ്പർ വെച്ച് ഗുണിച്ചാൽ ചിലപ്പോൾ ആൻസർ കിട്ടും. ചിലപ്പോൾ നോക്കി ഇവിടെ 5x2 10 ആവാം. 2 ആണ് രണ്ടിലും പൊതുവായിട്ടുള്ള എക്സ് എന്ന് ചില ആളുകൾ പറയും, അല്ലെങ്കിൽ കോമൺ നമ്പർ എന്ന് പറയും. അപ്പോൾ എല്ലാ റേഷ്യോയുടെ മുകളിലും ഇപ്പം നോക്കി 3:4 എന്ന് പറയുകയാണ്. ഇതെന്തൊക്കെ ആവാം ഇതിൻ്റെ ഉത്തരങ്ങൾ. ഇത് ചിലപ്പോൾ 6ഉം 8ഉം ആവാം. ഇങ്ങനെ 6ഉം 8ഉം ആയത് 3നെ 2 വെച്ച് ഗുണിച്ചു, 4നെ 2 വെച്ച് ഗുണിച്ചു. അപ്പോൾ വേണമെങ്കിൽ ചില ആളുകൾ ഇതിന് എക്സ് എന്ന് പറയും, രണ്ടിലും എക്സ് ഉണ്ടെന്ന് പറയും. ചില ആളുകൾ പൊതുവായിട്ടുള്ള പൊതുസംഖ്യ ഉണ്ടെന്നൊക്കെ പറയും. ഈ ചിലപ്പോൾ നോക്കി ഈ 3:4 തന്നെ വേണമെങ്കിൽ നമുക്ക് 12ഉം 16ഉം പറയാം. എങ്ങനെയാണ് 12ഉം 16 ആയത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു നോക്കിയേ. 4 വെച്ച് ഗുണിച്ചല്ലേ ഉള്ളത്. 3×4 12, 4×4 16. നോക്കിയേ 3×4 12, 4×4 16. അപ്പം 4 വെച്ച് ഗുണിച്ചാലും ആവാം. അപ്പം നമ്മൾ സാകേതിൻ്റെ വയസ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 5ൻ്റെ മുകളിൽ എന്തോ ഒന്ന് ഗുണിക്കണം. എന്ത് ഗുണിക്കണം അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുള്ള സ്റ്റെപ്പാണ് നമ്മളിവിടെ നോക്കുന്നത്. ആ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നോക്കി ഇവിടെ ശരിക്കും 1 വർഷം മുൻപും 4 വർഷവും ശേഷമാണുള്ളത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് പൊതുസംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 1ഉം 4ഉം പ്ലസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ, 1ഉം 4ഉം കൂടി പ്ലസ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു 5 എന്ന് എഴുതി വെച്ചു. ഇനി താഴെയുള്ള അംശബന്ധത്തിൻ്റെ വ്യത്യാസം ഇക്വേഷൻ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ വെറുതെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. അതായത് 2 വർഷം തന്നാൽ ഇത് രണ്ടിൻ്റെയും കൂടി തുക എടുക്കുക. ഇനി താഴെയുള്ള അംശബന്ധത്തിൻ്റെ വ്യത്യാസം. ഇവിടെ താഴെ എന്തോ ഭാഗ്യത്തിന് 6ഉം 7ഉം അല്ലേ താഴെ ഉള്ളത്. നിങ്ങൾക്ക് ഏത് റേഷ്യോ വേണമെങ്കിൽ ആദ്യം മുകളിലൊക്കെ എഴുതാം. പക്ഷെ തരുന്ന ക്വസ്റ്റ്യൻ എക്സാമിൽ തരുന്ന ആദ്യത്തെ റേഷ്യോ നമ്മൾ മുകളിൽ എഴുതി വെച്ചു, രണ്ടാമത് താഴെ എഴുതി വെച്ചു. ശരിക്കും 1 ഉള്ളത്. നോക്കി 6ഉം 7ഉം. അപ്പം എന്ത് ചോദിച്ചു, 2ഉം കൂടി കൂട്ടി താഴെയുള്ള റേഷ്യോയുടെ വ്യത്യാസം 1. 1 നമ്മൾ എഴുതി വെച്ചു. ഇനി ഹോൾ ഡിവൈഡഡ് ബൈ ക്രോസ് ആയിട്ട് ഗുണിക്കുക. അപ്പോൾ ക്രോസ് ആയിട്ട് ഗുണിക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാണ് ക്രോസ് ആയിട്ട് ഗുണിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കി. ക്രോസ് ആയിട്ട് ഗുണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 6 ഗുണിച്ചു, 5 7 ഗുണിച്ചു. അപ്പോൾ നിങ്ങൾ റേഷ്യോയുടെ ഈ ഒരു സ്റ്റെപ്പ് എന്താ എഴുതി വെക്കണം, എല്ലാവരും എഴുതിച്ചോ.
വർഷം ഇൻറ്റു നോക്കിയ വർഷമല്ലേ ഉള്ളത്, വർഷം ഇൻറ്റു താഴത്തെ വ്യത്യാസം ഹോൾ ഡിവൈഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത വ്യത്യാസം. അപ്പോൾ എന്താണ് വർഷം ഇൻറ്റു അല്ലേ താഴത്തെ അംശബന്ധത്തിന്റെ വ്യത്യാസം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത വ്യത്യാസം. ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 36 കിട്ടി, ഇവിടെ 35 കിട്ടി. ഇതിന്റെ വ്യത്യാസം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതിന്റെ വ്യത്യാസം 36 35 എന്തോ ഭാഗ്യത്തിന് ഇതിലൊക്കെ ഒന്നാണല്ലോ. എപ്പോഴും 1 വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലപ്പോൾ ഇവിടെ 5×2/4 വരാം. അപ്പം നമുക്ക് വെട്ടിച്ചെറുതാക്കേണ്ടി വരും. പക്ഷേ ഈ ചോദ്യത്തിൽ എന്തോ ഭാഗ്യത്തിന് 5 തന്നെയാണ് നമുക്ക് എന്താണ് പൊതുസംഖ്യയായിട്ട് കിട്ടിയിട്ടുള്ളത്. നമ്പർ 5 ആണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എപ്പോഴും പൊതുസംഖ്യ ഒരേപോലെ ഇത് രണ്ടും കൂടി കൂട്ടിയതാവില്ല. അങ്ങനെ ചില ആളുകൾ എഴുതി വെക്കും. അപ്പോൾ നോക്കിയാൽ ഈ സ്റ്റെപ്പ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഈ റേഷ്യോ എഴുതി ഈ സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ തന്നെ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്നുകൂടി ഡബിൾ ടാപ്പ് ചെയ്ത് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് യൂട്യൂബിൽ തന്നെ പിന്നെയും കാണാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്യുക, നോട്ടിൽ ഈ ഒരു ഇക്വേഷനൊക്കെ എഴുതി വയ്ക്കുക. ഇനി 5 എവിടെ കൊടുക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു നമുക്ക് കിട്ടിയ സംഖ്യ പൊതുസംഖ്യ ഈ ഒരു 5ന്റെ മുകളിൽ ഗുണിക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സാഗീറിന്റെ വയസ്സിന്റെ മുകളിൽ 5x എന്ന് പറയാം, 5 പൊതുസംഖ്യ എന്ന് പറയാം. 5×5 ഇവിടെ ആൻസർ നിങ്ങൾ എല്ലാവരും എഴുതി വെക്കും 25. ഞാൻ നേരത്തെ 26 പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. എന്തുകൊണ്ട് 26 പറയാൻ കാരണം നോക്കി, ഒരു വർഷം മുൻപാണ് ഇവിടെ 25, സാഗീറിന്റെ വയസ്സ് 25. ഒരു വർഷം മുൻപാണ് 25, ഇപ്പോൾ വന്നിട്ട് 26 ആൻസർ വരും. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം, വളരെ പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞുതരാം. ഒന്നുകൂടി ജസ്റ്റ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വീഡിയോ കണ്ടു നോക്കാം. ഫസ്റ്റ് ഞാൻ എന്താണ് സാഗീറിൻ്റെലൊക്കെ എഴുതി വെച്ചു. അടുത്ത നമ്മൾ എന്താണ് ഫസ്റ്റ് ഒരു വർഷം മുൻപ് തന്നുകൊണ്ട് ഒരു വർഷം മുൻപ് ഞാൻ എന്ത് എഴുതി വെച്ചു 5:6 എഴുതി വെച്ചു. ഞാൻ അടുത്ത നമുക്ക് എന്ത് എഴുതി വെക്കാം 4 വർഷം ശേഷം 4 ശേഷം മാത്രം എഴുതി വെച്ചു. എന്താണ് 6:7 എഴുതി വെച്ചു. ഇനി വളരെ പെട്ടെന്ന് ഈ 1 4 കൂട്ടി 5 താഴത്തെ വ്യത്യാസം 1 തന്നെയാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 35 അതും 1 തന്നെയാണ്. ഈ 5 എവിടെ ഗുണിക്കണം? ഏറ്റവും മുകളിൽ ആരുടെയാണോ നോക്കിയ സാഗേതിൻ്റെ പ്രായം ഇപ്പോഴത്തെ പ്രായമായി ചോദിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ പെർസെൻറ്റേജ് ആണെങ്കിൽ ഓക്കെ ആണ്, കൃത്യമായിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പെർസെൻറ്റേജ് അല്ലല്ലോ, ഇവിടെ ഒരു വർഷം മുൻപാണ് 5:6. അപ്പോൾ 5×5 25 എന്താണ് ശരിക്കും? ഒരു വർഷം മുൻപ് 25, ഇപ്പം എത്രയാണ് വരിക? 26. 26 തന്നെയാണ് ആൻസർ വരിക. ഇപ്പോൾ നിങ്ങൾ രണ്ടാമത് ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴ്സസിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ലൈവ് സെഷൻസ് ആണ്. ഇപ്പോൾ ലൈവിൻ്റെ മെച്ചം നിങ്ങൾക്ക് ഇവിടെ കമൻറ്റിൽ പറഞ്ഞ് ചിലപ്പോൾ അല്ലേ കറക്റ്റായിട്ട് ചിലപ്പോൾ സമയത്ത് റിപ്ലൈ കിട്ടില്ല. പക്ഷെ നമ്മുടെ എന്താണ് എജ്യുവോണിൻ്റെ മിഷൻ ഗ്രൂപ്പ് ഡി ക്ലാസ്സുകൾക്കൊക്കെ ലൈവ് ഇൻറ്ററാക്റ്റീവ് സെഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം, ആൻസർ റിപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സൂം ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഏറ്റവും ചെറിയ ഫീസിൽ നമ്മൾ 1900 ആണ് നമ്മുടെ ലൈവ് ക്ലാസ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ ഫീസിലാണ് ലൈവ് ഇൻറ്ററാക്റ്റീവ് സെഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ തന്നെ റെക്കോർഡഡ് ക്ലാസ് നമ്മൾ തന്നെ ഒരു ആപ്പിലൂടെ റെക്കോർഡഡ് ക്ലാസ് കൊടുക്കും. ഇനി നിങ്ങൾക്ക് റെക്കോർഡ് മാത്രം മതിയെങ്കിൽ 1300 ഈ ഒരു കോഴ്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് റെക്കോർഡ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് മാത്സ് മാത്രം സബ്ജക്റ്റ് മതിയെങ്കിൽ 950 നമ്മുടെ കോഴ്സസ് അവൈലബിൾ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ സ്ക്രോളിൽ പോണ നമ്പർ ഉണ്ടല്ലോ 9048679679 എന്ന നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് കോഴ്സ് എടുത്തിട്ട് പഠിക്കാവുന്നതാണ്. സോ എജ്യുവോണിൻ്റെ ഭാഗം ഒരുപാട് ആളുകൾ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഈ ക്ലാസ്സിലൂടെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചെയ്യേണ്ട ആവശ്യമില്ല. ആൻസർ ഞാൻ നോക്കിയിട്ട് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു നോക്കിയിട്ട് ആൻസർ പറയാൻ കാര്യം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ഇവിടെ ആൻസർ കിട്ടില്ല. സോ നമ്മൾ മിനിമം ഇതിൽ ഓപ്ഷൻ നോക്കി ചെയ്യുമ്പോൾ മിനിമം എന്തെങ്കിലും ഒരു ബേസിക് ഐഡിയ ഉള്ള ആളുകൾക്കാണ് ഇത് ചെയ്യാൻ പറ്റുക. എന്തുകൊണ്ടാണ്? ഇപ്പം നോക്കി ക്യൂബിൻ്റെ വ്യാപ്തം a³ അല്ലെങ്കിൽ ഇതാണ് വ്യാപ്തം കേട്ടോ, ഇതാണ് വ്യാപ്തത്തിൻ്റെ ഇക്വേഷൻ വരുന്നത്. ക്യൂബ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ റുബിക്സ് ക്യൂബൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മുടെ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പാമ്പും കോണിയും കളിക്കുന്ന ഡൈസ് ഉണ്ടല്ലോ, ക്യൂബ് ആൻഡ് ഡൈസ് നമ്മൾ പറയില്ലേ, ലുഡോ ഒക്കെ കളിക്കുമ്പോൾ നമ്മൾ. അപ്പോൾ അതിൻ്റെ വ്യാപ്തം കാണുന്ന ഇക്വേഷൻ a³ ആണല്ലോ. അപ്പോൾ ശരിക്കും a³ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. a³ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുമ്പോൾ ഏതോ ഒരു സംഖ്യയല്ലേ. ഇപ്പം ഇതിൻ്റെ നമുക്ക് ക്യൂബ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ നമ്മളെ പാമ്പും കോണിയും കളിക്കുന്ന സംഭവത്തിൻ്റെ ക്യൂബാണ്. ഇതിൻ്റെ നീളം വീതി ഉയരം കൂടി ഗുണിക്കും a³ ആണ് ഇതിൻ്റെ വ്യാപ്തത്തിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഈ ഓപ്ഷനിൽ ക്യൂബിലുള്ള വാല്യൂ ഏതാ ഉള്ളത്? ഇത് മാത്രമേ ഉള്ളൂ. 216 6ൻ്റെ ക്യൂബാണ്. അപ്പോൾ വശം 6 അല്ലേ, ലെങ്ത്ത് ബ്രെഡ്ത്ത് ഹൈറ്റൊക്കെ എല്ലാം 6 ആണ്. പക്ഷെ ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ നോക്കുമ്പോൾ ഇവിടെ 6 അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആൻസർ പറഞ്ഞത്. ഇതിൻ്റെ സ്റ്റെപ്പ് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം
ഓൾറെഡി ഇങ്ങനെ ഒരു ആൻസർ ക്വസ്റ്റ്യൻ, ഇത് ഞാൻ ഉണ്ടാക്കിയ ഓപ്ഷൻ അല്ല, ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെ തന്നെയാണുള്ളത്. സോ നമുക്ക് ആ ഒരു കാര്യം എടുക്കാം. സോ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് പഠിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ കുറച്ചൊരു ഡിഫിക്കൽട്ട് അല്ല, പക്ഷെ പല ആളുകൾ ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ പോയിട്ട് നമുക്ക് തിരിച്ച് അതിലേക്ക് വരാം, മെൻ്റൽ എബിലിറ്റിക്ക് നമുക്ക് തിരിച്ചു വരാം. സോ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി ഇവിടെ നോക്കി, ഇത് ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ വെറുതെ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ അല്ല. 2022 ഒരു സെപ്റ്റംബർ എക്സാം ആ സമയത്ത് നടന്ന എക്സാമിൻ്റെ സെക്കൻഡ് ഷിഫ്റ്റാണ് ഇതുള്ളത്. സോ അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കി നമ്മളിതിൽ മലയാളം ഇംഗ്ലീഷും കിട്ടും. നമ്മുടെ എല്ലാ ക്ലാസ്സുകളും, നമ്മുടെ എന്താ പറയുക, മിഷൻ ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ്സുകളൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും. ക്ലാസ്സുകളൊക്കെ നമ്മൾ മലയാളത്തിലായിരിക്കും എടുക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാം, അതാണ് ഇതിനൊരു വലിയൊരു കാര്യമുള്ളത്. സോ നമുക്കിതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ അല്ലോ നോക്കി, അപ്രോക്സിമേറ്റ് വാല്യൂ ഇതിൻ്റെ മലയാളം എന്താ വരിക, ഏകദേശം മൂല്യം എത്ര. ക്വസ്റ്റ്യൻ വലിയ ലെങ്ത് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ കേട്ടോ. ചെറിയ ലെങ്ത് ഉള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ അപ്രോക്സിമേറ്റ് എടുക്കാൻ വലിയ പാടൊന്നുമില്ല. ഇപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇതിൽ കൃത്യമായിട്ട് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എടുക്കുന്ന അപ്രോക്സിമേഷൻ ശരിയാവണം. അപ്പോൾ എങ്ങനെ ഈ അപ്രോക്സിമേഷൻ ശരിയാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ 2-3 വാല്യൂസ് ഞാൻ തരാം. അപ്പോൾ അതിൻ്റെ അപ്രോക്സിമേറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കൊണ്ടത്. 2.32 ഒരു വാല്യൂ ഉണ്ട്. അതേപോലെ 12.67 ഉണ്ട്. അതേപോലെ 125 ഒരു 3 വേണ്ട, ഒരു നമുക്കിവിടെ ഒരു 5-8 ആക്കാം അല്ലേ, അല്ലെങ്കിൽ ഒരു 4-2 ആക്കാം. ഇതിൻ്റെ റൗണ്ട് ചെയ്യാന്ന് പറയും, തൊട്ടടുത്ത നമ്പർക്ക് ഏകദേശ വാല്യൂ. ഇപ്പോൾ നോക്കി ഇതിനെ ഞാൻ 2 ആക്കി, ഇതിനെ ഞാനിവിടെ 13 ആക്കി, ഇവിടെ ഞാനിവിടെ 125 ആക്കി. എന്താ ഇതിന് ആക്കാൻ കാര്യം? അപ്രോക്സിമേറ്റ് എടുത്ത് ഇങ്ങനെ ചെയ്യാം. അല്ലാതെ ഇപ്പോൾ നോക്കി ഇതിങ്ങനെ ഗുണിച്ച് ചെയ്യാൻ പറ്റുമോ? 25.19 ഗുണിക്കണം, പിന്നെ പ്ലസ്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, അത് കൂട്ടി ചെയ്യുമ്പോൾ നമുക്ക് കുറേ സമയം എടുക്കും. നോക്കി 2.32 എങ്ങനെ നമ്മൾ അപ്രോക്സിമേഷൻ ഒരു വാല്യൂ, ഏകദേശ വാല്യൂ എടുത്തത്? നിങ്ങൾ നോക്കേണ്ടത് എപ്പോഴും പോയിന്റ് കഴിഞ്ഞിട്ട് 5 അല്ലെങ്കിൽ അതിന് ശേഷമുള്ള വാല്യൂ ആണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത നമ്പറേക്ക് മാറ്റും. അപ്പോൾ നോക്കിയാൽ 2.3 അപ്പോൾ 2ലേക്ക് റൗണ്ട് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ സപ്പോസ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇപ്പോൾ 2.57 ആണെങ്കിൽ ചിലപ്പോൾ ഇതിന് നമുക്ക് 3ലേക്ക് റൗണ്ട് ചെയ്യാം, കാരണം 2.5 കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ അതുപോലെ നോക്കി 12.67 ഞാൻ റൗണ്ട് ചെയ്ത് എവിടേക്കാണ്? 13ക്ക് റൗണ്ട് ചെയ്തു. 125.42 ഇട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 0.4, 0.5 അല്ല അതിന് ശേഷമുള്ള വാല്യൂസ് ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നമ്പറിലേക്ക് റൗണ്ട് ചെയ്യാം. ഇവിടെ നോക്കിയാൽ 2.57, അപ്പോൾ ഞാൻ 3ലേക്ക് റൗണ്ട് ചെയ്തു. അപ്പോഴാണ് ആൻസർ ക്ലിയർ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ നമ്പർ റൗണ്ട് ചെയ്യേണ്ടത്. ഇവിടെ നോക്കി ഇവിടെ 25.19 എന്തിലേക്ക് റൗണ്ട് ചെയ്യണം? 25ലേക്ക് മതി, കാരണം 25.19 ഇൻറ്റു 3 ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ 4.41 ഞാൻ 4ലേക്ക് തന്നെ റൗണ്ട് ചെയ്തു, കാരണം 4.5ന് മോഡലല്ലോ അല്ല. ഇവിടെ -0.9 ഉള്ളത് നോക്കി എന്തിലേക്ക് റൗണ്ട് ചെയ്യും? 1 ഏറ്റവും നല്ലത്, ഏറ്റവും നിയറസ്റ്റ് 1. അപ്പം നിയറസ്റ്റ് നമ്പറിലേക്ക് നമുക്ക് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ അപ്രോക്സിമേഷൻ ശരിയായി. അപ്പോൾ ഇത്രേ ചെയ്യാനേ ഉള്ളൂ. ഈ വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പല ആൾക്കാരും കൺഫ്യൂഷനായിട്ട് ചോദ്യം ചെയ്യാതെ തന്നെ പോകും. സോ ഇവിടെ 25, 3, 75, 4, 79, 78, 78 നോക്കി കൃത്യം 78 തന്നെ വന്നില്ല. അതെന്തുകൊണ്ടാണ് കൃത്യം 78 വരുന്നത് വെച്ചാൽ നമ്മുടെ അപ്രോക്സിമേഷൻ അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ടാണ്. സോ എന്തായാലും നിങ്ങൾ ഒരു ലൈക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോസിന് വേണ്ടി. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഓൾമോസ്റ്റ് ഒരു 10,000 10,000-ലധികം ആളുകൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എന്താണ് ഈ വർക്ക് ആൻഡ് ടൈമിൽ എടുക്കാൻ കാര്യം നമുക്ക് ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഈ സംഭവം നമുക്കിത് ഈ ഒരു ഡോട്ടർ എന്നുള്ള കേസിൻ്റെ കുറച്ചൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനാണ്. നമ്മളിതുവരെ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രീവിയസിൽ ചെയ്യാത്തൊരു ചോദ്യമാണത്. നമുക്ക് ഇതിനെ മലയാളം ഇംഗ്ലീഷും വായിക്കാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, അതാണ് പ്രത്യേകത. നമുക്കിതിൻ്റെ ആൻസർ ഓപ്ഷൻസ് നമുക്ക് നോക്കാട്ടോ. ABCD ഞാൻ 4 ഓപ്ഷൻ തരാം. ABCD 1 2 3 4. അപ്പം എന്താ ABCD 1 2 3 4 എന്ന് കൊടുത്തത്. അപ്പോൾ ഇവിടെ എത്ര ജോഡി ഉണ്ടെന്നാണ് ചോദിച്ചത്. എന്ത് ജോഡിയാണ് നോക്കിയോ? ലാസ്റ്റ് എത്ര ജോഡി, ഹൗ മെനി പേഴ്സ് എന്നാണ് ചോദിച്ചത്. നോക്കി ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ചില കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ചില ആളുകൾക്ക് ഇംഗ്ലീഷ് ആയിരിക്കും എളുപ്പം. പക്ഷേ മലയാളത്തിൽ നമുക്ക് മലയാളം ഒന്ന് വായിച്ചു നോക്കാം. ഇംഗ്ലീഷിലെ അക്ഷരമാല ക്രമത്തിൽ ഉള്ളത്ര അക്ഷരങ്ങൾക്കിടയിൽ വാക്കുകളിൽ അത്രയും അക്ഷരങ്ങൾ. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് വായിച്ചു. ഹൗ മെനി സച്ച് പേഴ്സ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ഡോട്ടർ ആസ് മെനി ബിറ്റ്വീൻ ദം ഇംഗ്ലീഷ്. അപ്പോൾ ഇത് രണ്ടും വേണ്ട, നമുക്കിത് ഒഴിവാക്കാൻ. നമ്മൾ പറയും ഇങ്ങനെയാണ് ഈ കളിക്ക് ഞാനില്ല, ഞാൻ പോകണമെന്ന് പറയും. അപ്പോൾ ഇതാണ് എക്സാംസിൻ്റെ പ്രത്യേകത. മത്സര പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിത് പ്രാക്ടീസ് ചെയ്യുക. ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ
ഞാൻ എപ്പോഴും ഇംഗ്ലീഷിൽ ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചാൽ ആസ് മെനി ബിറ്റ്വീൻ ദം നോക്കി, ആസ് മെനി ലെറ്റേഴ്സ് ബിറ്റ്വീൻ ദം ഇങ്ങനെ കണ്ടാൽ ഞാൻ എന്ത് ചോദിച്ചാൽ ഇംഗ്ലീഷ് വായിക്കുക അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുക, ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ഞാൻ എണ്ണാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി ഇവിടെ ആസ് മെനി ബിറ്റ്വീൻ, മലയാളത്തിൽ നമ്മൾ വേണമെങ്കിൽ അക്ഷരങ്ങൾക്കിടയിൽ നോക്കി നമുക്കിത് അക്ഷരമാല ക്രമത്തിൽ കണ്ടാൽ നിങ്ങൾ അത് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി അതിപ്പോൾ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ഇത് കാണുമ്പോൾ തന്നെ എക്സാമിന് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കണ്ടാൽ, ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ എഴുതുകയാണെങ്കിൽ ആസ് മെനി ബിറ്റ്വീൻ ദം എന്ന് കണ്ടാൽ അല്ലെങ്കിൽ അക്ഷരമാല ക്രമത്തിൽ നിന്ന് കണ്ടാൽ ഞാൻ പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഇവിടെ ഈ ഒരു ലെറ്റർ അല്ലേ, ഒരു തന്നിട്ടുള്ള വേർഡ് ഡോട്ടർ DAUGHTER ഇതങ്ങോട്ട് എഴുതി വെക്കുക ആദ്യം. ഇനി ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ എണ്ണുന്ന പോലെ എങ്ങനെയാണ്? ഇപ്പോൾ ഡി കഴിഞ്ഞാൽ ശരിക്കും എന്താ വരേണ്ടത്? ഇംഗ്ലീഷിൽ ABCDE വരണമല്ലോ. ഡി കഴിഞ്ഞാൽ ഇ വരുന്നുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ABCDEF വന്നിട്ടില്ല. ഓരോന്നും തൊട്ടടുത്തേക്ക് എണ്ണുക. ഇപ്പോൾ ശരിക്കും നോക്കി ABCD നമ്മൾ എണ്ണില്ല, അതേപോലെ തന്നെ എണ്ണിയാൽ മതി. ABCDEFG കിട്ടി, ഒരു പെയറായി. ശരിക്കും നോക്കണ്ടോ പെയർ എങ്ങനെ കിട്ടുന്നത്? ഹൗ മെനി പെയർസ് എന്നാണ് ഓപ്ഷൻ. എന്തൊക്കെയാണ്? ഒരു പെയർ, 2 പെയർ, 3 പെയർ, 4 പെയറൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു പെയർ കിട്ടി. ഇനി നിർത്തരുത്. ഇവിടെ ചെയ്യുന്ന ആളുകൾ, ചില ആളുകൾ നിർത്തും, ഈ ഡി വെച്ചിട്ട് നിർത്തിയിട്ട് എയിൽ നിന്ന് തുടങ്ങും. അങ്ങനെയല്ല. അപ്പോൾ ഡിയിൽ നിന്ന് വേറൊരു പെയറും കൂടി ഉണ്ട്. ശരി നോക്കി ABCDEFGH ഒരു പെയറായി. അപ്പോൾ ജിയും എച്ചും കൂടി വേറൊരു പെയറും കിട്ടി. നോക്കി ABCDEFGH. അപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ളതുകൊണ്ട് തന്നെ ഒരു പെയറും കൂടി കിട്ടി. ഇനി നമ്മൾ എണ്ണി നിർത്തില്ല. ABCDEFGHIJK ഇല്ല അല്ലേ? IJK നമ്മൾ എണ്ണി ABCDEFG ഇല്ല. എണ്ണുമ്പോൾ കിട്ടുന്നത് നോക്കണോ? AB രണ്ടോട്ടം എണ്ണേണ്ട ആവശ്യമില്ല. ABCDEFG UVWXYZ GHIJK HIJ അല്ലേ? TUVEF അല്ലേ? ഒന്നുമില്ല. ബാക്ക്വേർഡും എണ്ണണം ശരിക്കും. നിങ്ങൾ ഒന്ന് എണ്ണി നോക്കി ബാക്ക്വേർഡ്. RST നോക്കി, RST കിട്ടിയിട്ടു. അപ്പോൾ 4 പേരായി ഇവിടെ. പിന്നെ നമ്മൾ എണ്ണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നാളെ ഓപ്ഷൻ നോക്കി ഞാൻ അന്ന് ഓപ്ഷൻ നോക്കി 1 2 3 4 4 മാക്സിമം ഉള്ളത്. അപ്പോൾ 4 തന്നെ ആയിരിക്കും ആൻസർ വരിക. സോ ഇതാണ് ഇതിൻ്റെ ഒരു ക്വസ്റ്റിൻ്റെ പ്രത്യേകത. അതിൽ കൂടുതലുണ്ടെങ്കിൽ പിന്നെ ഒന്ന് എണ്ണി നോക്കണം. QRSTUVW ഇല്ല, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ ഒരു പെയർ. അപ്പോൾ എന്താ പറഞ്ഞു തന്നിട്ടുള്ളത്? ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ആസ് മെനി ബിറ്റ്വീൻ ദം എന്ന് കണ്ടാൽ എണ്ണുക അല്ലേ? ആസ് മെനി ബിറ്റ്വീൻ ദം എന്ന് കണ്ടാൽ നമ്മൾ ABCD എണ്ണം തുടങ്ങുക, എണ്ണി കണ്ടുപിടിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക് ഉള്ളത്. നിങ്ങൾക്കിത് നോക്കാവുന്നതാണ്. സോ നമുക്കിവിടെ തൊട്ട് മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലേ, നിങ്ങളെല്ലാവരും ഒഴിവാക്കുന്ന ചോദ്യമാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് ഇവിടെ കാണുന്നത്. സ്ട്രെയിറ്റ് ലൈനിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പമാണ്. ഞാൻ പറയുമ്പോൾ പസിൽ എന്നാണ് നമ്മളിതിനെ പറയുക. എന്താണ് ഇതിനെ പറയുക? കടങ്കര എന്നൊക്കെ നമ്മളിതിനെ പറയും. പസിൽസ് എങ്ങനെ? പസിൽസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ RB ഗ്രൂപ്പ് ഡി NTPCക്കൊക്കെ ഇത് പസിൽസ് കാണും. ഇത് സോൾവ് ചെയ്യുക എന്നുള്ളത് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് മുകളിൽ ഒന്ന് ഇരിക്കണം. ഒരു 2 മിനിറ്റ് നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്തത് കിട്ടും. പക്ഷെ പെട്ടെന്ന് നമ്മൾ ചെയ്യും വേണം. അതാണ് പ്രാക്ടീസ്. നിങ്ങൾ ആദ്യം പ്രാക്ടീസ് മുടക്കരുത്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാതെന്ന് വെച്ചാൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത് ഇംഗ്ലീഷ് വേണ്ട, മലയാളം എടുക്കാം. നമുക്കിവിടെ ഇംഗ്ലീഷിൽ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മലയാളം എടുക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ്? EFGHIJK എന്നിവ നേർരേഖയിൽ വടക്കോട്ട് അഭിമുഖമായിരിക്കുന്നു. പെട്ടെന്നൊക്കെ വായിക്കുന്നത് വളരെ നല്ലതാണ്. ക്വസ്റ്റ്യനൊക്കെ പെട്ടെന്ന് വായിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ. അപ്പോൾ ഞാനൊക്കെ ബാങ്ക് എക്സാംസ് ക്ലിയർ ചെയ്ത സമയത്തൊക്കെ പസിലൊക്കെ ഇതൊന്നും നല്ല പ്ലസ് ഇതിൽ. ഇതിൻ്റെ മുന്നിൽ നമുക്ക് വേറെയും കുറേ ഉണ്ട്. സർക്കിളിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നു. ABCD അവരുടെ ബ്ലഡ് റിലേഷൻ തരും, മിക്സഡ് തരും. അപ്പോൾ ഇത്രയും കൺഫ്യൂഷനുള്ള പസിലിനെക്കാട്ടിലൊക്കെ നോക്കുമ്പോഴൊക്കെ ഇത് സിമ്പിളാണ് അന്നത്തെ സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഫസ്റ്റ് തന്നെ പെട്ടെന്ന് വായിക്കാനുള്ള ശീലം ഉണ്ടാക്കിയെടുക്കുക. ഇതിൻ്റെ ബേസിക് ഐഡിയ മനസ്സിലാക്കുക. നോക്കി ഇവിടെ EFGHIJK നേർരേഖയിൽ വടക്കോട്ടിരിക്കുന്നു. ആ ഫസ്റ്റ് നമ്മൾ വരയ്ക്കേണ്ടത് ഇവിടെ നമ്മളൊരു ലൈൻ വരച്ച് വെക്കുക. നോക്കി വടക്കോട്ടിരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും എത്ര പേരുണ്ട് ഇവിടെ? ഒരു ലൈനിൽ ഇരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് എണ്ണി നോക്കുക. 1 2 3 4 5 6 7. അപ്പോൾ 7 പേര് 1 2 4 5 6 7 പേര് മാർക്ക് ചെയ്ത് ഞാൻ. ഈ 7 പേര് വടക്കോട്ടിരിക്കുക പറയുമ്പോൾ ഒക്കെ ഇങ്ങോട്ടാണ്. അപ്പോൾ ശരിക്കും നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുന്ന പോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഇയാളുടെ ലെഫ്റ്റ് തന്നെയാണ്, വലത്ത് ഭാഗം അങ്ങോട്ടാണ്. അപ്പോൾ ശരി തന്നെയാണ്. നമുക്കിത് വടക്കോട്ടാകുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. കാരണം എന്താണ്? ലെഫ്റ്റും റൈറ്റും ഒക്കെ നമ്മൾ ഇരിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് ഇതാണ്, ഇതിൻ്റെ റൈറ്റ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇനി ഇതിലാണ് ഏറ്റവും പ്രത്യേകത ഉള്ളത്. പല ആൾക്കാരും ഇത് വരച്ച് കൺഫ്യൂഷൻ ആവും. പസിൽ നമ്മളിപ്പോൾ ഞാനൊക്കെ ഒരുപാട് പസിൽസ് ചെയ്യാറുണ്ട്. നമ്മൾ പേപ്പറിലൊക്കെ വരുന്ന സുഡോക്കൊക്കെ വെറുതെ ഇരുന്ന് ചെയ്ത് നോക്കും. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിലാവുന്നത് ആദ്യം വരയ്ക്കുന്ന അല്ലെങ്കിൽ ആദ്യം മാർക്ക് ചെയ്യണ പോയിന്റ് എപ്പോഴും നമുക്ക് കിട്ടുന്ന പോയിന്റ് ആയിരിക്കും. അല്ലെ സുഡോക്ക് കളിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും ഇന്ന മാർക്ക് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. ഇതിപ്പോൾ കുറേ പറയുന്നു. നോക്കി
എച്ച് ജിയുടെ വലതുവശത്ത് രണ്ടാമതാണ്, എഫ് കെ തൊട്ടടുത്താണ്, അയൽക്കാരാണെന്ന് പറയുന്നത് എഫും ബിയും. ഇതൊന്നും അല്ല വരയ്ക്കണം. നോക്കി നോക്കി, ഇതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ വരയ്ക്കേണ്ടത്. നമുക്ക് അത്രയും അറിയുന്നൊരു പോയിന്റ്. കെ വരിയുടെ വലത്തേ അറ്റത്താണ്. അപ്പോൾ നമ്മൾ എവിടെ വരയ്ക്കണം? കെ ഇവിടെ വരയ്ക്കണം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ചെയ്യേണ്ടത്. നമുക്കൊരു പസിൽ കാണുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് അത്രയും ഉറപ്പുള്ള പോയിന്റ് ഉണ്ടോ അത് മാർക്ക് ചെയ്തു ഫസ്റ്റ്. സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതുമായിട്ട് നമ്മളെപ്പോഴും സുഡോക്കുമായിട്ട് കണക്ട് ചെയ്യാൻ കാരണം വെച്ചാൽ നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക അറിയില്ല. ഒരു ക്രോസ് വേർഡ് പസിലാണെങ്കിൽ ആ ഒരു കിട്ടിയതും വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. ഇനി കെ വെച്ചിട്ട് നോക്കണം, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടൂല. അത് വേറെ ഇവിടെ തുടങ്ങിയിട്ട് കാര്യമില്ല. ഇവിടെ രണ്ടെൻ്റിനുള്ള തന്നാൽ ഓക്കെ. ഇനി കെ വെച്ചിട്ട് എന്താണുള്ളത് നോക്കി നോക്കി. എഫ് കെ അടുത്തടുത്ത അയൽക്കാരെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ വരച്ചു. എഫും കെയും അടുത്തടുത്ത അയൽക്കാരാണ്. കെ എവിടെയാണെങ്കിൽ ഇവിടെ എഫ്. അപ്പോൾ രണ്ടെണ്ണം കിട്ടിയല്ലോ. ഇനി എഫും കെയും വെച്ചിട്ട് അല്ലെങ്കിൽ എഫ് വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ കെയുടെ റൈറ്റ് സൈഡിൽ പറഞ്ഞിട്ടൊന്നുമില്ല, ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചു, ഈ എഫ് തൊട്ടടുത്ത് എന്താ ഉള്ളത്, എഫിൻ്റെ അടുത്ത് എന്താ ഉള്ളത് ഞാൻ ജസ്റ്റ് നോക്കി. എഫിൻ്റെ അടുത്ത് എന്താ ഉള്ളത്? എഫും ഇയും ഐയുടെ അയൽക്കാരാണ്. നോക്കി നോക്കി, എഫും ഇയും ഐയുടെ അയൽക്കാരാണ്. അപ്പോൾ എവിടെ എഫും ഇയും ഐയുടെ അയൽക്കാരെന്ന് പറയുമ്പോൾ എവിടെ വരും? അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. എഫും ഇയും ഐയിന് തൊട്ടടുത്താണ്. ഇവിടെ ഇ വരച്ചിട്ട് ശരിയാവൂ? അതോ ഇവിടെ ഐ വരയ്ക്കണോ? എഫും ഇയും ഐയുടെ അയൽക്കാരാണ്. ഇതാണ് ശരിക്കും ഉണ്ടാവുക. നോക്കിക്കേ, ഐൻ്റെ അയൽക്കാരാണ് എഫും ഇയും, വേറൊരു ഓപ്ഷനേ ഇല്ല അവിടെ. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി എച്ചും ഇയും അയൽക്കാരാണ്. നോക്കിയോ, ഇത് നമുക്ക് മാർക്ക് ചെയ്യാം. എച്ചും ഇയും അടുത്തടുത്ത അയൽക്കാരാണ്. അവിടെ എച്ച് നമ്മൾ മാർക്ക് ചെയ്തു. എച്ചിന് തൊട്ടടുത്ത് ഇടതുവശത്താണ് ജെ. എച്ചിന് തൊട്ടടുത്ത് ഇടതുവശത്താണ് ജെ. എച്ചിന് തൊട്ടടുത്ത് ഇടതുവശത്താണ് ജെ ഉള്ളത്. എച്ചിന് ലെഫ്റ്റ് സൈഡ് തന്നെയല്ലേ? നോക്കി നോക്കി, ലെഫ്റ്റ് സൈഡാണ് ജെ. സോ അപ്പോൾ ഇനി ബാക്കിയുള്ള ആരോ ഒരാൾ പെൻഡിങ് ഉണ്ടല്ലോ. ഇനി ക്വസ്റ്റ്യൻ ബാക്കി എല്ലാ പോയിന്റും നമ്മൾ എച്ച് ജിയുടെ വലതുവശത്ത് ഇത് ശരിക്കും ഇത് എടുക്കാമല്ലോ. ഇത് എടുക്കാം. എച്ച് ജിയുടെ വലതുവശത്ത് രണ്ടാമതാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ജി തന്നെയുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ ജെയുടെ ഇടതുവശത്ത് ആരാളുള്ളത്? ജെയുടെ ഇടതുവശത്ത് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ചോദിച്ചാണ്. സോ ഈ സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ജെ എന്ന് ചോദിച്ചിട്ടുണ്ടാവുക എക്സാമിനോ ഇംഗ്ലീഷിൽ. ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ജെ, ജെയുടെ ലെഫ്റ്റിൽ ജി ആണ് ആൻസർ. ഓക്കെ, ജെൻ്റെ ഇടതുവശത്ത് ജി. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന പല ക്വസ്റ്റ്യൻസും ഈസിയാണ്. പല ആളുകളും വിചാരിക്കുന്ന ഇതൊക്കെ ചെയ്യാൻ പറ്റൂല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഒരു ടൈം മിനിമം നമ്മളൊരു സമയം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക, ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്താണ്, ഈ ഒരു ചോദ്യം കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക് ആൻഡ് ടൈമിലേക്ക് പോകാം. ഒരു വർക്ക് ആൻഡ് ടൈമിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ അതാണ് ഈ ഒരു എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ വർക്കൗട്ടിൽ ഏറ്റവും കുറച്ച് ലെവൽ കൂടിയ കുറച്ച് ചിന്തിക്കാനുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ലാപ്ടോപ്പിൻ്റെ ക്വസ്റ്റ്യൻ എടുത്ത് നമ്മളൊരാൾ ലാപ്ടോപ്പ് വാങ്ങി. എന്താ ലാപ്ടോപ്പ് വാങ്ങിയ കാര്യം എന്ന് വെച്ചാൽ പ്രൈസ് കുറച്ച് കിട്ടി. ജോണ് ലാപ്ടോപ്പ് കടയിൽ പോയപ്പോൾ 25% ഡിസ്കൗണ്ട് കിട്ടി. അങ്ങനെ 28,473 രൂപ അവൻ കൊടുത്തുള്ളൂ. എത്രയാണ് ശരിക്കും അതിൻ്റെ വില എന്നുള്ളതാണ്. ശരിക്കും നോക്കി നോക്കിയാൽ നമ്മളെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം 100% ഒരു വസ്തുവിൻ്റെ വിലയുള്ളത്. ആ വസ്തുവിന് വില കുറച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 100 കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ 100 കുറയ്ക്കുമ്പോൾ 25% കിഴിവെന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ വില 75%. അതാണ് ജോൺ കൊടുത്തിട്ടുള്ളത്. ജോൺ കൊടുത്ത വാല്യൂ ഇതാണ്. ശരിക്കും ആ പ്രൊഡക്റ്റിൻ്റെ 25% ജോൺ കൊടുത്തിട്ടുള്ളൂ. 25% 25% കുറച്ചിട്ട് അല്ലേ പറയാം. 25% കുറച്ചിട്ടുള്ള വില കിഴിച്ചിട്ടുള്ളത് 75 ആണ്. അപ്പോൾ ശരിക്കും നമുക്ക് കണ്ടുപിടിക്കുന്നത് 100%. 100% എന്താണെന്നുള്ളതാണ് ചോദ്യമുള്ളത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ആണ് ഇതിൻ്റെ മെത്തേഡ്. അല്ലെങ്കിൽ നമുക്ക് 1% കണ്ടുപിടിച്ച് ചെയ്യാം. സോ ബെറ്റർ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റിനൊക്കെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 28,473 അല്ലേ ഉള്ളത്. 28,473 ഇൻറ്റു 100/75. ഞാൻ ഇവിടെ 100ന് 425, ഇവിടെ 325 പഠിച്ച് കട്ട് ചെയ്യും. എന്തായാലും 3 കൊണ്ട് പോകും. കാരണം ഈ നമ്പറൊക്കെ നോക്കി നോക്കി കൃത്യ നമ്പറാണ്, പോയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്കിത് 3 വെച്ച് കട്ട് ചെയ്യാം. 25 4 കേട്ടോ, 25 3 ഇവിടെ 3 ഇട്ട് കട്ട് ചെയ്യുമ്പോൾ 9 3 27, ബാക്കി 4 3 12, ബാക്കി 2 അല്ലേ ഉള്ളൂ. 4 3 12, ബാക്കി 2 27, 9 3 27, ബാക്കി 1 3. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എക്സാമിന് 9491 × 4 ആണ്. ഇത് മുഴുവൻ ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷേ ഇതിൽ ചെയ്യണം. നമുക്ക് നോക്കാം നമുക്കിവിടെ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നോക്കി ലാസ്റ്റ് ഡേറ്റ് 4 അല്ലേ ഉള്ളത്. ഇവിടെ 1 × 4 ലാസ്റ്റ് എഴുതി ഗുണിക്കുമ്പോൾ ഇവിടെ നമ്മൾ എഴുതി ഗുണിക്കാന്ന് വിചാരിക്കും. ജസ്റ്റ് ഗുണിക്കുമ്പോൾ 4 വരും. ഇവിടെ 2 ഓപ്ഷൻ 4 അവസാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെയ്യണം. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കിത് ഒറ്റയടിക്ക് ആൻസർ കിട്ടിയിരുന്നായിരുന്നു. സോ റാങ്ക് കിട്ടുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും,
ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്ത് മാർക്കിങ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. നമ്മളിവിടെ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ ചെയ്യണം ഈ ക്വസ്റ്റിനിൽ, കാരണം രണ്ടിലും അവസാനം 4 54 36 16 3 19 37 964 ഇതാണ് ആൻസർ. ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ നമുക്ക് വീഡിയോ കുറച്ചൊക്കെ സ്ലോ ആക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഏജിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തു, വർഷം ഇൻറ്റു താഴത്തെ റേഷ്യോ ക്രോസ് മൾട്ടിപ്ലൈ വ്യത്യാസം ഒക്കെ ചെയ്ത് നമ്മൾ ആ സംഭവം നമ്പർ എടുത്ത് നമ്മളിവിടെ ഗുണിച്ചു. അതിനുശേഷം നമ്മളിവിടെ ഡയറക്റ്റ് പറഞ്ഞില്ലേ എ ക്യൂബിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു, അപ്രോക്സിമേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് വർക്ക് ആൻഡ് ടൈം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ വർക്ക് ആൻഡ് ടൈം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ പലരും കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യമാണ്, എങ്ങനെ വർക്ക് ആൻഡ് ടൈം ചോദ്യങ്ങളാണ് ഏറ്റവും പ്രശ്നമുള്ളത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുകളിലൂടെ നമ്മുടെ ഓൺലൈൻ കോഴ്സസൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ പുഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുക. നമ്മൾ വീക്ക്ലി മോഡൽ എക്സാംസ് നമ്മൾ ചെയ്യും. അപ്പോൾ ഓരോ ആഴ്ചയും പഠിച്ചതിനും ബേസ് ചെയ്തിട്ട് മോഡൽ എക്സാം നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും പ്രത്യേകത. നമ്മൾ മിഷൻ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. നിങ്ങൾക്കൊക്കെ ജോയിൻ ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ കണക്ട് ചെയ്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ചോദ്യത്തിൽ നമ്മൾ വരുന്ന പ്രത്യേകത വെച്ചാൽ നമ്മൾ ആദ്യം എഫിഷ്യൻസി മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ എഫിഷ്യൻസി മെത്തേഡിൽ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ P&Q അല്ലേ, P&Q നമ്മളിവിടെ ചെയ്തു. എഫിഷ്യൻസി മെത്തേഡിൽ ചെയ്യുകയാണ്. 9 and 13 ഉള്ളത്. 9 and 13 ഓക്കെ. ഈ 9 and 13 ദിവസങ്ങളുകൊണ്ട് P&Q പണി ചെയ്തു. ഒരു ദിവസത്തെ കണക്കാണ്. അപ്പോൾ ഈ എഫിഷ്യൻസി മെത്തേഡിൻ്റെ പ്രത്യേകത LCM എന്ന് പറയുന്നത് ഇപ്പോൾ എഴുതി വെക്കുമ്പോൾ 36 വരിക. 9ൻ്റെയും 12ൻ്റെയും LCM 36. ഇവിടെ 36 റൂം പെയിൻ്റ് അടിക്കാൻ ആലോചിക്കുക. ഇവിടെ 31 റൂമിൻ്റെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കണം. അതാണ് പണി ഇവിടെ ഉള്ളത്. Pക്ക് 9 ദിവസം കൊണ്ട് ചെയ്യാം. Q ഒറ്റയ്ക്കാണെങ്കിൽ 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. P&Q. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡേയ്സ് എത്രയാണ് വന്നിട്ടുള്ളത്? 36. ടോട്ടൽ ഡേയ്സിലെ ടോട്ടൽ വർക്ക് വന്നിട്ടുള്ളത് 36 റൂമിൻ്റെ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ 1 ഡേ വർക്ക് എഫിഷ്യൻസി എടുക്കണം. ഒരു ദിവസത്തെ കണക്ക് എടുക്കുമ്പോൾ ഇയാൾ 4 ചെയ്യും. ഇതെങ്ങനെ 4 വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 ദിവസം കൊണ്ട് 36 ചെയ്യുന്ന ആൾ ഒരു ദിവസം 4 ചെയ്യുള്ളൂ. 12 ദിവസം കൊണ്ട് 36 ചെയ്യുന്ന ആൾ ഒരു ദിവസം 3 ചെയ്യും. അപ്പോൾ ഇതാണല്ലോ ഓരോരുത്തർ. ഇപ്പം ബെസ്റ്റ് എഫിഷ്യൻ്റ് ആരാളുള്ളത്? നമ്മളെടുക്കും P ഒരു ദിവസം 4 ചെയ്യും, Q ഒരു ദിവസം 3 ചെയ്യും. Q 4 ആർക്കും ശമ്പളം കൂടുതൽ കൊടുക്കുക? Pക്കാണ് കൂടുതൽ കൊടുക്കുക. കാരണം P ശരിക്കും ഒരു ദിവസം 4 റൂമിൻ്റെ പെയിൻറ്റിങ് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പോവാം. പക്ഷേ ഇവിടെ എന്താ പ്രത്യേകത പറഞ്ഞിട്ടുള്ളത്? 2 ആൾ കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യല്ലേ ഉള്ളത്. സോ ദേ ആർ വർക്കിംഗ് ഓൺ ആൾട്ടർനേറ്റീവ് ഡേയ്സ് സ്റ്റാർട്ടിങ് വിത്ത് Q എന്നാണ് പറഞ്ഞത്. സ്റ്റാർട്ടിങ് വിത്ത് Q എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ശരിക്കും ആദ്യം വരും. ഈ 36 ജോലി തീർക്കേണ്ടത് P Qവും കൂടി ചേർന്നിട്ടാണ്. എങ്കിലും ആദ്യം ദിവസം വരുന്നത് Q വരും. Q വന്നിട്ട് 3 ജോലി തീർക്കും, 3 റൂമിൻ്റെ പെയിൻറ്റിങ് തീർക്കും. അടുത്തത് P വരും, 4 റൂമിൻ്റെ പെയിൻറ്റിങ് തീർക്കും. ഇങ്ങനെ പോകണം 3 4. അടുത്ത ദിവസം പിന്നെയും Q വരും, പിന്നെയും P വരും. ഈ 3 4 എവിടെ നിന്നാണ് വന്നത്? ഓക്കെ. ഒരു ദിവസം Q 3 ചെയ്തു. ഒരു ദിവസം കണക്കല്ലേ എഫിഷ്യൻസി പറഞ്ഞു. അടുത്ത ദിവസം P വന്ന് 4. ഇങ്ങനെ എത്ര കൂട്ടിയാൽ 36 ആവും. ഇങ്ങനെ എത്ര ദിവസം വെച്ചാൽ 36 റൂം തീരും. ഇതാണ് ക്വസ്റ്റ്യനുള്ളത്. അപ്പോൾ ഇത് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഇത് എങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ 36ക്ക് എത്തില്ല, 35ലേക്ക് എത്തും. എങ്ങനെ 35ലേക്ക് എത്തുക നോക്കാം നമുക്കിവിടെ. 4 3 7 അല്ലേ. 7 തീരുന്ന എപ്പോഴും എത്ര ദിവസം കൊണ്ടാണ്? 2 ദിവസം കൊണ്ടാണ് 7. 2 ദിവസം കൊണ്ടാണ് 7 വരിക. അപ്പോൾ ശരിക്കും 10 ദിവസം കൊണ്ട് എത്ര വരും എന്ന് ആലോചിച്ച് നോക്കി. 2 ദിവസം കൊണ്ട് 7 ആണെങ്കിൽ 4 ദിവസം കൊണ്ട് 8 ആവും. അല്ല 8 അല്ല, 2 ദിവസം കൊണ്ട് 7 ആണെങ്കിൽ 4 ദിവസം കൊണ്ട് ഇതിൻ്റെ ഇരട്ടി 14 അല്ലേ ആവുക? അങ്ങനെയല്ലേ ലോജിക്ക് എന്ന് ആലോചിച്ച് നോക്കി. 2 ദിവസം കൊണ്ട് 7 ആണെങ്കിൽ 4 ദിവസം കൊണ്ട് 14 നമുക്ക് ഈസിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവിടെ 10 ദിവസം കൊണ്ട് പറഞ്ഞാൽ 2 5 10. ഇവിടെ 7 5 35. 10 ദിവസം കൊണ്ട് 35 വരിക. 10 ദിവസം കൊണ്ട് 35. 36ക്ക് എത്തില്ല, കറക്റ്റ് 36ക്ക്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട 10 കഴിഞ്ഞിട്ടുള്ള എന്തോ ആണ്. അപ്പോൾ ഈ 2 ഓപ്ഷനിൽ എന്തോ ഒന്നാണ് ആൻസർ വരിക. 10 5/6, 10 1/3 ഏതോ ഒന്നാണ്. അപ്പോൾ നമ്മൾ ഈ 10 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ആരാ വരിക എന്നുള്ളൊരു ചോദ്യം ബാക്കിയുണ്ട്. 10 ദിവസം കഴിഞ്ഞിട്ട് നോക്കി നോക്കിയേ. ഫസ്റ്റ് 2 ദിവസം കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? Q അല്ലേ വരിക. 4 ദിവസം കഴിഞ്ഞാലും Q ആ വരിക. അപ്പോൾ ശരിക്കും Q ആണ് പിന്നെ പണിയെടുക്കാനുള്ളത് 10 ദിവസത്തിന് ശേഷം കേട്ടോ. ശരിക്കും 10 ദിവസത്തിന് ശേഷം Q വരുമ്പോൾ ശരിക്കും ബാക്കി എത്ര ദിവസം? 1 തീർക്കാനുള്ളൂ. 36 10 ദിവസം കൊണ്ട് 35 തീർത്താൽ ബാക്കി ഒരു റൂമാണ് പെയിൻറ്റിങ് ഉള്ളത്. ശരിക്കും ഈ ഒരു റൂം Q ആണ് തുടങ്ങേണ്ടത്. പക്ഷേ Qക്ക് മുഴുവൻ തീർക്കാനായിട്ടില്ല. കാരണം Q ഒരു ദിവസം 3 ചെയ്യണ്ടേ. പക്ഷേ Q ശരിക്കും എന്താണ്? ഈ 3-1 ചെയ്താൽ മതി. Q ഒരു ദിവസം ശരിക്കും 3 ചെയ്യും,
പക്ഷേ ബാക്കി 3-ൽ 1 തീർത്താൽ മതി 35-36 ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10 ദിവസവും ക്യൂവിൻ്റെ ഒരു 3-ൽ 1 തീർന്നാൽ ഈ ആൻസർ ആയി എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിടത്തോളം കൺഫ്യൂഷൻ ആണുള്ള എജു ഓൺ വർക്ക് ആൻഡ് ടൈം എന്നുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക. കൃത്യമായിട്ട് മനസ്സിലായാൽ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. എഫിഷ്യൻസി മെത്തേഡ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കോഴ്സസിലൂടെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ കോഴ്സസിന് ജോയിൻ ചെയ്യാവുന്നതാണ്. എന്തായാലും 9048679679 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്ത് വിളിക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടൊരു വലിയ പ്ലാൻ ഉള്ളത്. നമ്മൾ ഇനിയും പ്രീവിയസ് ഇയർ വീഡിയോസ് വരും. എങ്ങനെയാണോ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും പറയാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു 10,000 വ്യൂസൊക്കെ ആകുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് അടുത്ത വീഡിയോ തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. എന്തായാലും തീർച്ചയായിട്ടും വരും. നമ്മളെ ടെലിഗ്രാമിൽ നമുക്കൊരു ചാനലുണ്ട്, എജു ഓൺ RRB എന്നാണ് പേര്, EDU ഓൺ RRB. അത് നമ്മൾ ക്ലാസ്സസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്തായാലും വീണ്ടും കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.